ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമുക്ക് കിട്ടിയ അതിഥിയെക്കുറിച്ച് ഞാൻ ആധികാരികമായി പറയുന്നില്ല. കാൻഡിൻ നൈറ്റിന്റെ ട്രേഡിംഗ് കമ്പനി അതിന്റെ മാനേജിംഗ് ഡയറക്ടർ ഷുക്കൂർ ഭായി ആണ് ഇന്ന് നമ്മുടെ അതിഥി. ഇന്നത്തെ നമ്മുടെ അതിഥി ഷുക്കൂർ ഭായി വർഷങ്ങൾക്ക് മുമ്പ് ജോലി എന്ന സ്വപ്നം, അതിലുപരി നാട്ടിലെ വിശേഷങ്ങളെല്ലാം അദ്ദേഹം പങ്കിടും. അദ്ദേഹം ഇന്ന് സൗദിയിലെ റിയാദിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ കുറേ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അദ്ദേഹത്തിൻ്റെ വിജയങ്ങളും അദ്ദേഹം വന്ന വഴികളും ഏതൊക്കെയാണെന്നുള്ളത് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ഷുക്കൂർ ഭായി, ഒരുപാട് സന്തോഷം ഈ പ്രോഗ്രാമിലേക്ക്. അൽഹംദുലില്ലാ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങളെ ജീവിതാനുഭവങ്ങൾ, വന്ന വഴികൾ, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഓരോന്നായിട്ട് എല്ലാവർക്കും അറിയണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കുടുംബത്തിൽ നമുക്ക് തുടങ്ങാം. അപ്പം എങ്ങനെയാണ് ഇവിടെ വന്നത്? ഓക്കെ, ഇവിടെ ഇവിടെ നിലവിലുണ്ടല്ലോ. അപ്പം കുടുംബത്തെ കുറിച്ച് ആദ്യം തന്നെ അവരാണല്ലോ. കുടുംബം എന്ന് പറയുന്നത് 4 മക്കള്, ഭാര്യ, പാരൻസ്, മൂത്ത ആള് ഭാര്യ, രണ്ടാമത്തെ ആള് ഒന്നാമത്തെ ആള് രണ്ടാമത്തെ ആളായിട്ട് വരും. അങ്ങനെ 4 പേര്. ആ 4 പെണ്ണുങ്ങളുടെ ഇടക്കൊരാണ് ഞാൻ. ഇതാണ് കുടുംബം. മൂത്താള് ഭാര്യ എന്ന് പറയാൻ കാരണം അദ്ദേഹമാണ് എൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ എല്ലാം. ഞാൻ എന്ത് ആണ് അതാണ് എൻ്റെ ഭാര്യ. എനിക്കൊരു പുകഴ്ത്തലിൻ്റെ ആവശ്യമില്ല. എന്നെ ഇവിടം വരെ ആക്കിയത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ ഭാര്യ. കാരണം ഞാൻ പറഞ്ഞില്ലേ, കുമ്പളത്ത് എനിക്കൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. കുമ്പളം ബൈപ്പാസിൽ, ഇന്നത്തെ നാഷണൽ ഹൈവേയുടെ ടോളിൻ്റെ അടുത്ത്. അത് ഒരു 4 സെന്റ് സ്ഥലവും. കഥകളുണ്ട്. കഥകൾ പറയണമെങ്കിൽ നമുക്ക് ഈ ചർച്ച ഇന്നും നാളെയും, ചർച്ചയല്ല, ഈ സംവാദം ഇന്നും നാളെയും ഒന്നും തീരുമില്ല. അതിങ്ങനെ എപ്പിസോഡായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതെ 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 അതെ. ബാപ്പ, ഉമ്മ, 4 മക്കൾ. ഇവിടെ വന്നിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് വഴികാട്ടി നമുക്ക് ജന്മം തന്നത് ഉമ്മ, ഉപ്പ, അവരെയൊക്കെ കുറിച്ച് നമുക്ക് പറയണമല്ലോ. പറയണം, തീർച്ചയായിട്ടും. അതല്ല അല്ലെങ്കിൽ നമ്മളില്ല. അതെ, ബാപ്പ, ഉമ്മ, ബാപ്പ, 4 മക്കള്. ഇതടങ്ങുന്നതായിരുന്നു നമ്മുടെ കുടുംബം. ബാപ്പ കളമശ്ശേരി പള്ളിയിൽ ഏകദേശം ഒരു 14 വർഷം ഇന്നത്തെ ലുലു പള്ളിയിൽ ആദ്യത്തെ സ്റ്റാഫ് ബാപ്പയായിരുന്നു. അവിടെ ഏകദേശം ഒരു ഇബ്രാഹിം കുട്ടി, ഇബ്രാഹിം മുസ്ലിയാർ എന്നാണ് അറിയപ്പെടുന്നത്. 8 വർഷത്തോളം അവിടെ ഉണ്ട്. പഠനം 1ാം ക്ലാസ്സിൽ കുമ്പളത്ത് പഠിക്കും, 2ാം ക്ലാസ്സിൽ വടതിലെ കൊണ്ട് ചേർക്കും. അങ്ങനെ 5 സ്റ്റെപ്പായിട്ടാണ് ഞാനിങ്ങനെ. കാര്യം അതിൽ മാമ, ഞാൻ പറഞ്ഞ ഒരു അധ്യാപകനായിരുന്നു, നല്ലൊരു വ്യക്തി, അബ്ദുൽ ലത്തീഫ് എന്നാണ് പേര്. ഇടവനക്കാട് താമസിക്കുന്നു. അദ്ദേഹമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വേണ്ടപ്പെട്ട, എല്ലാവരും വേണ്ടപ്പെട്ടാണ്, എന്നാലും ഉള്ളതിൽ ഇത്തിരി ഉയർന്നു. അതെ അതെ അതെ. അപ്പോൾ 1ാം ക്ലാസ്സിൽ കുമ്പളത്ത് പഠിക്കും, 2ാം ക്ലാസ്സിൽ പുള്ളി തല്ലിക്കൊണ്ടുപോയി അവിടെ കൊണ്ട് ചേർക്കും. 3ാം ക്ലാസ്സിൽ അവിടെ നിന്ന്, അന്ന് ബോട്ട് സർവീസാണ്, ഇതേപോലെ സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ബോട്ടിൽ കയറിയിട്ട് ടിക്കറ്റ് എടുക്കാണ്ട് പോരും. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന ആൾ ചോദിക്കും, എന്താന്ന് ചോദിക്കും. വയറ്റത്തടിച്ച് പാട്ട് പാടുന്ന ആളാണെന്ന് പറയും. അപ്പോൾ ടിക്കറ്റ് വേണ്ടല്ല. ഇത് ഞങ്ങൾ വീട്ടിൽ വന്നെന്ന് പറയുമ്പോൾ മാമ അവിടെ നിന്ന്, മാമായും മാമയുടെ ഒരു സുഹൃത്തുണ്ട് ഇബ്രാഹിം എന്ന് പറഞ്ഞ്, പുള്ളി ആബാദ് പ്ലാസയിൽ സ്റ്റാഫാണ്. വന്നിട്ട് എന്നെ അനുജൻ സിറാജിനെ കൂടി തല്ലിക്കൊണ്ട് പിന്നെ അങ്ങോട്ട് പോകും. പിന്നെ അവിടെ നിന്നാ 1 വർഷം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. അത് മാമനെ പേടിയാണ്. എങ്ങനെ പേടിയെന്ന് പറയുന്നത്, എന്താ പറയുക, ബഹുമാനം കൊണ്ടുള്ള പേടി. പുള്ളി പഠിത്തത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, പക്ഷെ നമ്മ പഠിക്കാത്തവന്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ അൽഹംദുലില്ലാ 10ാം ക്ലാസ് പാസ്സായി. പിന്നെ നമ്മൾ കാണുന്നത് 3 അനുജന്മാര്. അവിടുന്ന് ഈ പ്രവാസ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയത് ആരായിരുന്നു? ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു വഴികാട്ടി ആരായിരുന്നു വെച്ചാല്, അതൊന്ന്, അതായത് എൻ്റെ വാപ്പായും എൻ്റെ ഭാര്യയുടെ വാപ്പായും. ഇപ്പൊ ഞാനും അൻസാർ ഭായി എങ്ങനെ ഇരിക്കണത്,
ഇത്തിരി അകലമുണ്ട്, ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതെ. അവർ തമ്മിൽ ഇരിക്കുമ്പോൾ ഗ്യാപ്പില്ല. ആ, അതെ. അവർ നമ്മളിപ്പോ ഇതിന് വേണ്ടി ഇരിക്കണല്ലോ. അടുത്തടുത്ത് ഇരിക്കുള്ളൂ. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവർ ചങ്സ് ആയിരുന്നു. ആ. അതേപോലെ പുള്ളിയുടെ മകനും ആ. ഞാനും ചങ്സാണ്. ഇന്ന് എനിക്ക് വിലപ്പെട്ട എൻ്റെ സമ്പാദ്യം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഭാര്യ, മക്കൾ. ഇത് കഴിഞ്ഞ് ഞാൻ പുള്ളിക്ക് കൊടുക്കും. ടി കെ അഷ്റഫ് എന്നാണ് പേര്. നല്ലൊരു ഫുട്ബോൾ പ്ലെയർ, നല്ലൊരു കലാകാരൻ, നല്ല പാട്ടുകാരൻ. അദ്ദേഹമാണ് നിങ്ങളുടെ ജീവിതത്തില് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു നിമിത്തം. അള്ളാഹുവാണ് ഏറ്റവും വലുത്. അള്ളാഹു വിദേശത്ത് നിന്ന് നമ്മള് വിദേശത്തേക്ക് വരുന്നത് കഴിഞ്ഞ 21 വർഷമായിട്ട് ഇപ്പൊ സൗദിയില്, റിയാദില് കുടുംബസമേതം വളരെ സന്തോഷവാനായി. സൗദി അറേബ്യയില് നമ്മൾ വന്ന ആദ്യമായി ചെയ്തത് എന്തായിരുന്നു? നവംബർ മാസത്തോട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. നവംബറിലാണ് ഞാൻ ജനിച്ചത്, നവംബറിലാണ് എൻ്റെ കല്യാണം, നവംബറിലാണ് ഞാൻ സൗദിയിലേക്ക് വരുന്നത്, നവംബറിലാണ് എനിക്ക് നല്ലൊരു ജോലി കിട്ടുന്നത്. മോശം കാര്യം നല്ല കാര്യം തന്നെയാണ്, എന്നാലും നമ്മൾ മോശം കാര്യം ഓർക്കാൻ ഇഷ്ടപ്പെടും. ആദ്യമായിട്ട് വന്ന് ചെയ്ത ജോലി എന്ന് വെച്ചാല് ഞാൻ വന്നിട്ട് ഒരു റമദാൻ 17-നാണ് വരുന്നത്. നവംബർ റമദാൻ 17. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ചേട്ടനാണെങ്കിൽ ഞാൻ അയാൾ ഇടാന്നൊക്കെ വിളിക്കും. ഞങ്ങൾ അങ്ങനെയുള്ളൊരു ബന്ധം. പുള്ളിയുടെ റൂമിലേക്കാണ് വരുന്നത് കൂട്ടുകാരന്മാർ. അപ്പോൾ അവിടെ മായിരിവിന് നോമ്പ് തുറക്കാൻ ടൈമായി. ഒരു 5-6 പേരുണ്ട് അവിടെ. ഒന്നുമില്ല, ഒന്നും ഭക്ഷണമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു നോമ്പ് തുറക്കാൻ സമയവും ഇല്ല. ആ പരിചയപ്പെട്ടതുണ്ട്. ഞാൻ ആരോണോ ഇടിച്ചു കയറി സംസാരിക്കും. ഒന്നുമില്ല കഴിക്കാനെന്ന് ചോദിച്ചപ്പോൾ നോമ്പ് തുറക്കാനൊന്നും ഇല്ലെന്ന് ചോദിച്ചപ്പോൾ എനിക്കും നോമ്പുണ്ട്. ഒന്നുമില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു. നമ്മുടെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഉടനെ നമ്മൾ ഹോട്ടലിൽ പൊട്ടിപ്പൊളിഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വന്നേക്കണത്. മുതലാളി അവസാനം തൊഴിലാളിയായി, പാചകക്കാരനായി. പാചകം പഠിച്ചു ഞാൻ. അങ്ങനെ നന്നായിട്ട് പാചകം ചെയ്യും. അങ്ങനെ നേരെ പുട്ടുണ്ടാക്കി കൊടുത്ത്, പിന്നെ ചിക്കൻ തേങ്ങ അരച്ച് വെച്ച്, അതാണ് ഞാൻ ആദ്യമായിട്ട് സൗദിയിൽ ചെയ്ത ജോലി. അവർക്ക് കൊടുത്തു. അതായിരുന്നു ഇവിടെ വന്നിട്ട് ആദ്യത്തെ ജോലി. സിനിമകൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാല് മമ്മൂട്ടി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, മമ്മൂട്ടിയുടെ സിനിമകൾ എന്ന് പറഞ്ഞാല് റിലീസ് ഷോ അത് കണ്ടിരിക്കും. അത് കണ്ടിട്ട് കുറച്ച് ടിക്കറ്റ് എടുത്ത് ബ്ലാക്കിനും വിൽക്കും. ദളപതി എറണാകുളത്ത് സരിതയിൽ റിലീസ്. ഞാനും ഹാരിസ്, എൻ്റെ അനിയൻ സിറാജ്, അയ്യബ്, അങ്ങനെ സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ കുറെ ഉണ്ട്. ഉണ്ണി, അവരുമായിട്ട് ടിക്കറ്റിന് പോയി. അപ്പൊ എൻ്റെ ഹാരിസിന്റെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചാൽ പടവും കാണുക, ബ്ലാക്കിൽ വിൽക്കുക. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ ഈ ഹാരിസ് എന്ന് പറഞ്ഞാൽ നല്ല വണ്ണം. ഇവനെയാണ് എല്ലാ ആൾക്കാരും ഫോക്കസ് ചെയ്യണത്. ഇവൻ ഇങ്ങനെ ടിക്കറ്റ് ബ്ലാക്കിൽ വിട്ടിരുന്നപ്പോൾ ഒരു പോലീസുകാരൻ സാധാ ഡ്രസ്സിൽ വന്ന് ചോദിച്ചു ടിക്കറ്റ് ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞ്. അന്ന് അറിയാലോ 10 രൂപ 20 രൂപ. എത്ര രൂപയാണ്? ഫസ്റ്റ് ക്ലാസ് ഉണ്ട് 20 രൂപയാണെന്ന് പറഞ്ഞു. എത്രക്ക് തരും? 150. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ്. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒന്നും നടക്കൂല സാറെന്ന് പറഞ്ഞ്. അങ്ങനെ ആ പുള്ളി 100 രൂപന് പൈസ ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ പിടിച്ച് അപ്പുറത്ത് പോലീസ് വണ്ടി കൊണ്ടുവന്നിട്ടേക്കണേണ്. സരിതയുടെ പുറത്ത് പിടിച്ചകത്ത് കയറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വിളി കേക്കാണ്, ഇവനും മിണ്ടാണ്ടിരുന്നാ മതി, ഇവിടെ ഷുക്കൂറെ അയ്യൂബേ എന്നെ പിടിച്ചടാന്നും പറഞ്ഞ്. പിന്നെ പോലീസുകാരൻ വന്നിട്ട് ഈ ഷുക്കൂറും അയ്യൂബിനെ എന്തൊക്കെ ഇടയ്ക്കാണ്. അന്ന് നമ്മുടെ എറണാകുളത്തൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, എന്താ പോർക്കും കൂടാ, മറ്റേ ഹൈക്കോടതിന്റെ ഉള്ളിലേക്ക് വരുന്ന ഹൈക്കോടതി ജെട്ടിയുടെ ഫ്രണ്ടിലുള്ള ആ സൈഡിലുള്ള. ഇവിടെ കൂടുതലും ഈ ബിസിനസ് ഒക്കെ ഇപ്പൊ നോക്കുന്നതും അതിനൊക്കെ സമയം കിട്ടാറുണ്ട്. ഒഴിവ് സമയങ്ങളിൽ കുടുംബമായിട്ടൊക്കെ പുറത്തു പോകാനും മറ്റുള്ള ആക്ടിവിറ്റീസ്. ഈ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ബിസിനസ്സുകാരൻ ഒരിക്കലും അവന്റെ കുടുംബത്തിനോട് ഒത്തിരി ഇഷ്ടമായിരിക്കും, പക്ഷെ അവർക്ക് വേണ്ടത് ചെയ്യാൻ പറ്റൂല. അത് മസ്റ്റാണ്, അത് ചെയ്യാൻ പറ്റൂല. ചെയ്യാനുള്ള സമയം കിട്ടാറുണ്ടായി. എനിക്ക് എല്ലാ സമയവും കിട്ടാറുണ്ട്. അങ്ങനെ ആസ്വദിച്ചാണ് നമ്മൾ ബിസിനസ് എന്താണെങ്കിലും സമയത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും നടക്കണം എന്നുള്ളൊരു ചിന്താഗതിക്കാരാണ്. അങ്ങനെയുണ്ട്. പൊതുപ്രവർത്തനം ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭംഗിയുള്ള അവസരമാണ്. അതിൽ 2 ഗുണങ്ങളുണ്ട്. ഇവിടെ നിന്നും ഗുണമുണ്ടാവും, അവിടെ നിന്നും ഗുണമുണ്ടാവും. കുടുംബം എന്ന് പറയണം. ബാപ്പ ഉമ്മ 3 അനിയന്മാര്, 4 ആൺമക്കളാണ്. വൈഫിന്റെ പേര് റാഷിദ. ജോലി ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫ്. നന്നായിട്ട് പാചകമൊക്കെ ചെയ്യും. കുക്കിംഗ്. പിന്നെ മക്കള്. പിന്നെ അത് നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു ഗുണമില്ല, എന്നാലും ഞാൻ കട്ട് തിന്നും. ഷുഗർ ഇപ്പൊ എല്ലാരും ജീവിതത്തിൽ എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ്. ഇപ്പൊ കുറെ
പ്രതിവിധികളുണ്ട്. പക്ഷെ എന്നാലും ബാക്കിയെല്ലാ അൽഹംദുലില്ലാ എല്ലാ കാര്യങ്ങളിലും അൽഹംദുലില്ലാ ഒരു എത്ര പ്രാവശ്യം പറഞ്ഞാലും മതിയാവില്ല. നാടാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഈ സ്വദേശത്തും വിദേശത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഈ കഴിഞ്ഞ 21 വർഷമായിട്ട് ഇവിടെ എല്ലാ മേഖലകളിലും ഉണ്ട്. അപ്പൊ ഇവിടെ KC അതായത് റിയാദിൽ വന്നിട്ടുള്ള ജീവിതാനുഭവങ്ങൾ എങ്ങനെയാണ്? റിയാദിൽ വന്നിട്ട് നാട്ടിൽ ഞാൻ പറഞ്ഞ സഹകരണ കലാകായിക വേദിയുടെ പ്രസിഡന്റായിട്ട് ഞാൻ കുറച്ച് നാൾ ഇരുന്നിട്ടുണ്ട്. അതേപോലെ ഇപ്പോഴും സംഘടനകളിലൊക്കെ ഉണ്ട്. ഇവിടെ റിയാദ് RCC എന്നും പറഞ്ഞ് റിയാദ് ക്രിക്കറ്റ് ക്ലബ് എന്നും പറഞ്ഞ് ഏകദേശം 22 വർഷം ആയ ഒരു സംഘടനയുണ്ട്. അതിന്റെ നിലവില് കുറെ ഒരു 2 വർഷം മുമ്പ് സ്പോർട്സ് മാത്രമേ അല്ലല്ല അത് പറയാൻ പറ്റില്ല. അത് അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ചാല് ജീവകാരുണ്യ പ്രവർത്തനം ഇത്രക്ക് ഭംഗിയായിട്ട് ചെയ്തേക്കുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ ഞാൻ RCC എന്ന് പറയുള്ളൂ. 45ഓളം മെമ്പേഴ്സ് ഉണ്ട് ഇതില്. നമ്മള് ഒരാളുടെ അടുത്തും ഒരു പരസ്യത്തിനും പോകില്ല. ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ഒരു മെമ്പർ വന്ന് പറയണമെങ്കിൽ പിന്നെ അതിൽ ജാതി മത വ്യത്യാസമൊന്നുമില്ല. അതിൽ 500 റിയാലിന് ശമ്പളത്തിലുള്ളവരുണ്ട്, 5000-നുള്ളവരുണ്ട്, ബിസിനസ് ചെയ്യാനുള്ളവരുണ്ട്. എല്ലാവരും കൈമറന്ന് സഹായിക്കുന്നില്ലേ. ഒരു കാര്യം വന്നതിന് ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഇപ്പൊ ഇത്രയും സമയം കൊണ്ട് പറഞ്ഞു. അതിൽ സങ്കടം, ത്യാഗം എല്ലാം ഉണ്ട്, എല്ലാ സന്തോഷം എല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞാണ് നിങ്ങൾ പറയണത്. അതെ, നിങ്ങളെ ചെറുപ്പകാലം, കുട്ടിക്കാലം, പിന്നെ നിങ്ങൾ വന്ന വഴികള്, രസകരമായ കുറെ കാര്യങ്ങള്. നിങ്ങളെ ഒരുപാട് നന്മകളുള്ള ഒരാളാണ്, ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾ ചിന്താഗതികളും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വന്ന് ഭവിക്കട്ടെ ഈ അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പുതിയ ഒരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.